and Shruti are partners in a firm. Their capital as on 1st April 2016 showed a balance 2 lakh and 3 lakh respectively. On July 1st, 2016, Saloni introduced additional capital of 50,000 and Shruti rupees 60,000. On 1st October, Saloni withdrawn 30,000 and on July 1st, 17, Srishti withdrawn 15,000 from their capital. Interest is allowed 8% per annum. Calculate interest payable on capital to both the partners during the financial year 16-17. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? നമ്മളിവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലൂടെ കണ്ടുപിടിക്കുക? രണ്ടാൾക്കാരുണ്ട്. ആരൊക്കെ ഉള്ളത്? ഒന്ന് സലോണി ഉണ്ട്, രണ്ടാമത്തേത് ആരുണ്ട്? ശ്രുതി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആരത് നോക്കാം? സലോണിൻ്റെ നോക്കാം. ഫസ്റ്റ് ആരതാണ്? സലോണി. ഓക്കെ, ശ്രുതി അല്ല, സൃഷ്ടി. ഓക്കെ, സലോണിൻ്റെത് നമ്മൾ ഈ ക്യാപിറ്റൽ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കലണ്ടർ സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ലൈൻ വരച്ചിട്ടുള്ള സിസ്റ്റം ഉണ്ട്. നമുക്ക് ലൈൻ വരച്ചിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യാം. അതാണ് കുറച്ചും കൂടി ഈസി. ഓക്കെ, മറ്റേതാകുമ്പോൾ കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, ഈസി, രണ്ടും ഈസി തന്നെയാണ്. പക്ഷെ മറ്റേ കുറച്ചും കൂടി എന്താണ് സോറി അത് ലെങ്തിയാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ലൈൻ വരച്ചു നോക്കാം. ഒരു ലൈൻ, ഈ ലൈനിൻ്റെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഡേറ്റ് ഏതാ വരുന്നത്? 1st April 2016 ആൻഡ് എൻഡിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 31st March 2017. 31st March 2017. ഓക്കെ, അപ്പോൾ സലോണി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എത്ര സലോണിയുടെ ക്യാപിറ്റൽ? 2 lakh. എത്രയാണ് ഈ ഡേറ്റിലുള്ള ക്യാപിറ്റൽ? 2 lakh. ഇനി നെക്സ്റ്റ് നോക്കുക. സലോണി ഹാസ് എന്താ സംഭവിച്ചുള്ളത്? 2 lakh സലോണിൻ്റെ ക്യാപിറ്റൽ ഉണ്ട്. ഓൺ ജൂലൈ 16 സലോണി ഇൻട്രൊഡ്യൂസ്ഡ് 50,000. അപ്പോൾ ജൂലൈ എന്ന് വരുമ്പോഴേക്കും നമുക്ക് ഏത് വരെ വരും? നമുക്ക് ഏകദേശം ഇവിടെ വരെ എന്തായിരിക്കാം? ജൂലൈ. അപ്പോൾ ജൂലൈ എന്ന് പറയുമ്പോൾ 1st 7 2016 അഡീഷൻ ചെയ്തു. എത്ര? 50,000. അത് അഡീഷൻ ചെയ്യുന്നതോടുകൂടി എത്ര അയാളുടെ ക്യാപിറ്റൽ? 2,50,000 ആയിട്ട് അയാളുടെ ക്യാപിറ്റൽ മാറി. ഇനി നെക്സ്റ്റോ, അപ്പോൾ ഇവിടെ 50,000 ആഡ് ചെയ്തു. എത്രയാണ് ക്യാപിറ്റൽ ആയി മാറി? 2,50,000. അപ്പോൾ ജൂലൈ മുതൽ ഞാൻ ക്യാപിറ്റൽ എത്രയാണ്? 2,50,000. ഇനി നെക്സ്റ്റ് പറയുന്ന നോക്കേ, സലോണി വിഡ്രോ ചെയ്തു 1st October. എത്ര? 30,000. അപ്പോൾ നമുക്ക് ഏകദേശം ഒക്ടോബർ ഇവിടെ വരും. നമുക്കൊക്കെ ഒക്ടോബറിൻ്റെ സമയത്ത് എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അപ്പോൾ 110/17 അല്ലെങ്കിൽ 110/16 മൈനസ് ചെയ്തു. അയാളെ ക്യാപിറ്റൽ എത്ര? 30,000. എത്ര വിഡ്രോ ചെയ്തത്? 30,000. 30,000 വിഡ്രോ ചെയ്യുമ്പോൾ അയാളെ ക്യാപിറ്റൽ 2,50,000 ഉണ്ടാവുമോ? ഇല്ല. എത്ര ഉണ്ടാവുള്ളൂ? 2,20,000. അപ്പം പിന്നെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫസ്റ്റ് ക്യാപിറ്റൽ 2 lakh ഉണ്ടായിരുന്നു. പക്ഷെ ജൂലൈ എത്തിയപ്പോഴേക്കും പ്ലസ് ചെയ്തത്. അപ്പം ജൂലൈ വരെ ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസത്തിന് 3 മാസത്തിന് അയാളെ ക്യാപിറ്റൽ എത്രയാണ്? 2 lakh ആണ്. 3 മാസത്തിന് അയാളെ ക്യാപിറ്റൽ എത്രയാണ്? 2 lakh. മീൻസ് ഈ കാലയളവ്, ഏത് കാലയളവ്? ഈ ഡ്യൂറേഷൻ എത്ര മാസമുള്ളത്? 3 മാസം. ഏപ്രിൽ മെയ് ജൂൺ. മറ്റേത് ഫസ്റ്റ് ആയതുകൊണ്ട് അടുത്ത ക്വാർട്ടറിലേക്ക്. അപ്പോൾ ഇത് 3 മാസം എത്രയുള്ള ക്യാപിറ്റൽ? 2 lakh. ഇനി നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ഏപ്രിൽ മുതൽ പിന്നെ 2,50,000 ഈ 2,50,000 ഏത് വരെ ഉള്ളത്? 1st October വരെ. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഒക്ടോബർ കൂട്ടോ? ഇല്ല. അതും 3 month ഉള്ളത്. 3 monthന്റെ ക്യാപിറ്റൽ എത്രയാണ്? 2,50,000. അപ്പോൾ ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും അയാളുടെ ക്യാപിറ്റൽ എത്രയാണ്? 2,50,000. ഇനി നെക്സ്റ്റ് നോക്ക്. ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ അയാളുടെ ക്യാപിറ്റൽ എത്രയായി? 2,20,000. അപ്പോൾ ഈ സമയത്ത് ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെ. അപ്പോൾ ഓഗസ്റ്റ് അല്ല, ഒക്ടോബർ മുതൽ മാർച്ച് വരെ. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. 6 months. 6 മാസം അയാളുടെ ഇൻട്രസ്റ്റ് എത്ര ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്? 2,50,000.
20,000. അപ്പോൾ ഈ 3 പീരീഡിലെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് സെപ്പറേറ്റ് കാണാം. 3 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? അയാൾക്ക് കൊടുക്കേണ്ട ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഏത് മുതലാണ്? 1 April 16 ടു 1 July 16 വരെ ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണണം. അത് ഈ ഡ്യൂറേഷൻ. പിന്നെ ഈ ഡ്യൂറേഷനിൽ കാണാം ഏതാണ്? 1 July 16 ടു 1 October 16 വരെ. നെക്സ്റ്റ് ഈ ഡ്യൂറേഷൻ എന്തത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഈ മൂന്നാമത്തെ ഡ്യൂറേഷൻ കാണാം ഏത്? 1 October 16 ടു 31 March 17. അപ്പൊ ഈ മൂന്നാമത്തെ ഡ്യൂറേഷൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റത്തെ ഡ്യൂറേഷന്റെ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടാവുക? 2 lakh 2 ലക്ഷമാണ് അയാളെ ക്യാപിറ്റൽ ഉള്ളത്. ഓക്കെ, ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 8%. അപ്പൊ 8/100 ഇൻറ്റു എത്ര മാസമാണ്? 3 months. അപ്പൊ 3/12. ഓക്കെ, എത്ര എമൗണ്ട് ഉണ്ടാവുക? 4,000. എത്രയാണ് എമൗണ്ട് ഉണ്ടാവുക? 4,000. ഇനി നെക്സ്റ്റ് ഒക്കെ ഈ ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷനിൽ എത്ര ക്യാപിറ്റൽ വരുന്നത്? 2,50,000 ആണ് ക്യാപിറ്റൽ വരുന്നത്. അപ്പൊ 2,50,000 ഇൻറ്റു 8/100 ഇൻറ്റു എത്ര മാസത്തിനാണ്? 3/12. എത്ര എമൗണ്ട് വരുന്നത്? 5,000. ഓക്കെ, ആൻഡ് ലാസ്റ്റത്തെ ഡ്യൂറേഷൻ എത്ര വരുന്നത്? 2,20,000 ആണ് ആളുടെ ക്യാപിറ്റൽ. 8/100 ഇൻറ്റു എത്ര മാസമാണ്? 6 months. അപ്പൊ 6/12 ഈസ് ഈക്വൽ ടു എത്രയാണ്? 8,800. അങ്ങനെ ടോട്ടൽ അപ്പോൾ ആളുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര വരുന്നത്? 17,800 ആണ് ആളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സിമ്പിൾ. ഇനി ഇതേപോലെ നമുക്ക് ആർക്കും ചെയ്യാം, രണ്ടാമത്തെ ആൾക്കും ചെയ്യാം. രണ്ടാമത്തെ ആളാരാണ്? സൃഷ്ടി. സൃഷ്ടിൻ്റെത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ സൃഷ്ടി. ഓക്കെ, സൃഷ്ടിക്ക് എത്രയാണുള്ളത്? ഓക്കെ, സോറി, സ്പെല്ലിംഗ് എറർ. സൃഷ്ടി നമുക്ക് ലൈൻ വരച്ചു നോക്കാം ആദ്യം. ഓക്കെ, ഏതാ ലൈന്? ഫുൾ ഇയറിന്റെ ലൈൻ ആദ്യം നമ്മൾ വരക്കണം. ഓക്കെ, 2 ഇയറിന്റെ ഫുൾ ഇയർ ലൈൻ വരച്ചു. ലൈൻ വരച്ചതിന് ശേഷം 1 April ആളുടെ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നത്? 3 lakh. അപ്പോൾ ഇവിടെ 1 April 16 ഉണ്ട്, 31 March 17 ഉണ്ട്. ഇതിൽ ആളുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 3 lakh ആയിരുന്നു അയാളുടെ ക്യാപിറ്റൽ. ഓക്കെ, എന്നിട്ട് പിന്നെ എന്തൊക്കെയാ സംഭവിച്ചത്? അഡീഷണൽ ക്യാപിറ്റൽ ആര് ഇട്ടു? സൃഷ്ടി ഇട്ടു. എന്ന് ജൂലൈ തന്നെ. എത്ര ഇട്ടത്? 60,000. അപ്പൊ ഏകദേശം ഇവിടെ എന്ത്? 1 July 16 അഡീഷൻ ചെയ്ത് ആഡ് ചെയ്തു. എത്ര ആഡ് ചെയ്തത്? 60,000. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആളുടെ ക്യാപിറ്റൽ എത്ര ആയിട്ട് മാറി? 3,60,000 ആയിട്ട് മാറി. പിന്നെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട്. എന്ന് January 2017 എത്ര എമൗണ്ട്? 15,000. അപ്പൊ ഏകദേശം ഇവിടെ ഏത്? 1 January 2017 എത്ര വിഡ്രോ ചെയ്തത്? 15,000. അപ്പൊ എന്തായിട്ട് മാറും? കുറയും. അപ്പൊ ഇനി എത്ര ആളുടെ ക്യാപിറ്റൽ ഉണ്ടാവുക? 3,45,000 ആളുടെ ക്യാപിറ്റൽ ഉണ്ടാകും. അപ്പൊ ഏപ്രിൽ മുതൽ ഏതൊക്കെ? ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസം. ഏത്? ഈ 3 ഇവിടെ ഈ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് 3 months ആണ്. അയാളുടെ എത്ര ക്യാപിറ്റല്? 3 lakh. പിന്നെ ഈ രണ്ടാമത്തെ ഡ്യൂറേഷൻ ഉണ്ട്. ഇതേതാ ഡ്യൂറേഷന്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 6 month ഡ്യൂറേഷൻ. എത്ര മന്ത്സ് ആണ്? 6 month ഡ്യൂറേഷൻ ഉള്ളത്. ഇതിലാണ് ക്യാപിറ്റൽ എത്ര ഉള്ളത്? 3,60,000 ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ഈ ലാസ്റ്റത്തത് ഏതാണുള്ളത്? ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. 3 മാസത്തെ ഡ്യൂറേഷൻ എത്ര ക്യാപിറ്റൽ? 3,45,000. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. അപ്പോൾ 1 April 2016 ടു 1 July 2016 വരെയുള്ള ക്യാപിറ്റൽ കാണാം. 1 July 2016 ടു 1 January 2017 വരെയുള്ളത് കാണാം. 1 January 2017 ടു 31 March 2017 വരെയുള്ളതും നെക്സ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. 3 lakh ഇൻറ്റു എത്ര മന്ത് ആണ്? എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? 8/100 ഇൻറ്റു എത്ര മാസം? 3/12.
12. നെക്സ്റ്റോ രണ്ടാമത്തെ 3,60,000 ഇത് എത്ര മാസമാണ്, എത്ര പെർസെൻറ്റേജ് ആണ്? 8/100 ഇൻറ്റു എത്ര മാസമാണ്? 6/12. ഇനി മൂന്നാമത്തതോ 3,45,000 അത് എത്ര പെർസെൻറ്റേജ് ആണ്? 8% ഇൻറ്റു എത്ര മാസമാണ്? 3/12. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മൂന്നിന്റെയും ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം എത്ര ഇൻട്രസ്റ്റ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് എത്രയാണ്? 6,000. ഫസ്റ്റ് എമൗണ്ട് എത്രയാണ്? 6,000. സെക്കൻഡ് എമൗണ്ട് എത്രയാണ്? 14,400. ആൻഡ് തേർഡ് എമൗണ്ട് 6,900. ആൻഡ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 27,300. ഓക്കെ, അപ്പോൾ മറ്റേയാൾക്ക് എത്ര കൊടുക്കണം? നമ്മൾ 17,800ഉം ഇയാൾക്ക് നമുക്ക് എത്ര കൊടുക്കേണ്ടത്? 27,300ഉം കൊടുക്കണം.